നമസ്കാരം, സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒളിമ്പിക്സ് ആണ്. അപ്പോൾ ഒളിമ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത വെന്യൂസ്, അതായത് മെയിനായിട്ട് ഒളിമ്പിക്സ് അല്ലെങ്കിലും ശീതകാല ഒളിമ്പിക്സിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ പാരാലിമ്പിക്സിനെ പറ്റിയാണ് ഈ അടുത്തായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അത് കവർ ചെയ്യാം. ഒളിമ്പിക്സ് മാത്രം അത്യാവശ്യം 2021 അതായത് 2020 നടന്നത്, 2021 നടന്ന അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നോക്കാം. എന്നാലും ഒളിമ്പിക്സിന്റെ വെന്യൂസ് നോക്കിക്കോളാം, സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2020 ഒളിമ്പിക്സ് ടോക്കിയോയിൽ വെച്ച് നടന്നു അല്ലേ. അപ്പൊ 2021 2020 ഒളിമ്പിക്സ് എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും നടന്ന എന്നാണ് 2021 നമ്മുടെ കോവിഡ് ഔട്ട് ബ്രേക്ക് കാരണം 2021 നമ്മുടെ ഒളിമ്പിക്സ് നടക്കുന്നത്. 2024 എവിടെയാണ് നടക്കാൻ പോകുന്നത്? ഫ്രാൻസ്, പാരീസ് അല്ലേ. പാരീസിലാണ് അടുത്ത് 2024 നടക്കാൻ പോകുന്നത്. 2028 എന്താണ്? ലോസ് ഏഞ്ചൽസിലാണ്. ഓക്കെ, ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ് 2028 നടക്കുന്നത്. 2032 ബ്രിസ്ബൺ, ഓസ്ട്രേലിയ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് 2020 നടന്നത്? ടോക്കിയോ. 2024 പാരീസ്. 2028 ലോസ് ഏഞ്ചൽസ്. 2032 ബ്രിസ്ബൺ, ഓസ്ട്രേലിയ. ഈ ഒരു 4 വെന്യൂസ് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. എന്തൊക്കെയാണ്? ടോക്കിയോ, 2024 പാരീസ്, 2028 ലോസ് ഏഞ്ചൽസ്, 2032 ബ്രിസ്ബൺ, ഓസ്ട്രേലിയ. അപ്പോൾ 2022 ബെയ്ജിങ്ങിൽ നടന്ന വിൻ്റർ ഒളിമ്പിക്സും പാരാലിമ്പിക്സിനെ പറ്റി സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെ രണ്ടിനെയും പറ്റി നമുക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ ബെയ്ജിങ്ങിൻ്റെ വിൻ്റർ ഒളിമ്പിക്സ് നടന്ന വർഷം 2022. എവിടെ വെച്ചാൽ നടന്നതെന്ന്? ചൈനയിലാണ് അല്ലേ. ചൈനയിൽ ബെയ്ജിങ്. അപ്പോൾ ഈ ശീതകാല ഒളിമ്പിക്സ് അല്ലെങ്കിൽ വിൻ്റർ ഒളിമ്പിക്സിൻ്റെ മോട്ടോ എന്തായിരുന്നു? ടുഗദർ ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ. എന്താണ്? ടുഗദർ ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു നമ്മുടെ 2022 ബെയ്ജിങ്ങിൽ നടന്ന ശീതകാല ഒളിമ്പിക്സിൻ്റെ ഒഫീഷ്യൽ മോട്ടോ. വേദി എവിടെയാണ്? ബെയ്ജിങ്. എവിടെയായിരുന്നു വേദി? ബെയ്ജിങ്ങിലാണ്. അതുപോലെ തന്നെ ഔദ്യോഗിക ചിഹ്നം ബിങ് ഡ്വെൻ ഡ്വെൻ. എന്താണ്? ഒരു ഭീമൻ പാണ്ഡെ ആയിട്ടുള്ള ഒരു ബിങ് ഡ്വെൻ ഡ്വെൻ ആണ് ഔദ്യോഗിക ചിഹ്നം. ഓക്കെ, ഇനി പങ്കെടുത്ത ഏക ഇന്ത്യൻ താരം ആരായിരുന്നു? വിൻ്റർ ഒളിമ്പിക്സിൽ ഒരുപാട് പേരൊന്നും പങ്കെടുത്തിട്ടില്ല, ഒരാളേ ഉള്ളൂ, ആരിഫ് ഖാൻ. ഓക്കെ, ഇനി ഇന്ത്യൻ പതാക വഹിച്ചത് ആര് തന്നെയായിരിക്കും? പങ്കെടുത്ത ഒരേ ഒരാളല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ ആര് തന്നെയായിരിക്കും? അത് ആരിഫ് ഖാൻ തന്നെയാണ് ഇന്ത്യൻ പതാക വിൻ്റർ ഒളിമ്പിക്സിൽ വഹിച്ചത്. അപ്പോൾ 2022 നടന്ന ബെയ്ജിങ് ശീതകാല ഒളിമ്പിക്സിൻ്റെ ഒഫീഷ്യൽ മോട്ടോ ആണ് ടുഗദർ ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ. ടുഗദർ ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ. വേദി ബെയ്ജിങ്, ചൈനയായിരുന്നു. നമ്മുടെ ഔദ്യോഗിക ചിഹ്നം എന്താണ്? ബിങ് ഡ്വെൻ ഡ്വെൻ ആണ്, പാണ്ഡയായിരുന്നു. അതുപോലെ തന്നെ പങ്കെടുത്ത ഏക ഇന്ത്യൻ താരമാരാണ്? സ്കീയിങ് താരമായിട്ടുള്ള ആരിഫ് ഖാൻ. പതാക വഹിച്ചതും ആര് തന്നെയാണ്? ആരിഫ് ഖാൻ. അടുത്തത് 100% കൃത്രിമ മഞ്ഞ് ഉപയോഗിക്കുന്ന ആദ്യത്തെ ശൈത്യകാല ഒളിമ്പിക്സ് ആണ്. ചൈനയിൽ മഞ്ഞുണ്ടോടെ അല്ലേ? മഞ്ഞില്ല അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് കൃത്രിമ മഞ്ഞ് ഉപയോഗിക്കുന്ന ശൈത്യകാല ഒളിമ്പിക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബീജിംഗ് ഒളിമ്പിക്സ് ആണ്. ഒന്നാമതെത്തിയ രാജ്യം നോർവേ ആണ്. ഓക്കെ, ഏറ്റവും നോർത്തിലുള്ള ഏറ്റവും കൂടുതൽ മഞ്ഞുള്ള രാജ്യമെന്ന് ഓർത്താൽ മതി. നോർവേ ആണ് ഒന്നാമതെത്തിയത്. 2026 വേദി എവിടെയാണ്? മിലാനോ കോർട്ടിന. ഇറ്റലിയിലെ മിലാനോ കോർട്ടിനയിലാണ് 2026 വിൻ്റർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. അപ്പോൾ 100% മഞ്ഞ് ഉപയോഗിക്കുന്ന, കൃത്രിമ മഞ്ഞ് ഉപയോഗിക്കുന്ന ആദ്യത്തെ ശൈത്യകാല ഒളിമ്പിക്സ് ഏതാണ്? അത് 2022 ബെയ്ജിംഗ് ഒളിമ്പിക്സ് ആണ്. ഒന്നാമതെത്തിയ രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോർവേ ആണ്. ഓക്കെ, ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? നോർവേ ആണ്. 2026 വേദി ചോദിച്ചു കഴിഞ്ഞാൽ അത് മിലാനോ കോർട്ടിന. എന്താണ്? മിലാനോ കോർട്ടിന, ഇറ്റലി. ഓക്കെ, മിലാനോ കോർട്ടിന, ഇറ്റലി. അടുത്തത് ടോക്കിയോ പാരാലിമ്പിക്സ് 2020. ഒളിമ്പിക്സ് നടന്ന അതേ സ്ഥലത്ത് തന്നെയാണ് പിന്നീട് പാരാലിമ്പിക്സ് നടക്കുക അല്ലേ. അതായത് 16ാമത്തെ പാരാലിമ്പിക്സ് ആണ് നടക്കുന്നത്. ഓക്കെ, എവിടെയാണ് നടന്നത്? ജപ്പാനിലാണ്. ഓക്കെ, 16ാമത്തെ പാരാലിമ്പിക്സ് നടന്ന എവിടെയാണ്? ജപ്പാനിൽ ആണ്. നടന്നത് എന്നോട്ടാണ്? 2021 ഓഗസ്റ്റ് 24 തൊട്ട്
സെപ്റ്റംബർ 5 വരെ. നടന്ന എന്നാണ്? 2021 ഓഗസ്റ്റ് 24 തൊട്ട് സെപ്റ്റംബർ 5 വരെ. ഉദ്ഘാടന വേദി പാരാ എയർപോർട്ട് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു ഉദ്ഘാടന വേദി അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയത്തിലായിരുന്നു. ഇനി ടോക്കിയോ പാരാലിമ്പിക്സിന്റെ സന്ദേശം വി ഹാവ് വിങ്സ്, ഞങ്ങൾക്ക് ചിറകുകളുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് ചിറകുകളുണ്ട് അഥവാ വി ഹാവ് വിങ്സ്. 2 വട്ടം പാരാലിമ്പിക്സിന് വേദിയായ നഗരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏഷ്യൻ നഗരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടോക്കിയോ ആണ്. ടോക്കിയോ പാരാലിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ജപ്പാന്റെ ചക്രവർത്തി അല്ലെ, ജപ്പാന്റെ ഭരണാധികാരി അല്ലെങ്കിൽ ചക്രവർത്തിയായ നറുഹിതോ ചക്രവർത്തി. ഓക്കെ, ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നറുഹിതോ ചക്രവർത്തി. അപ്പോൾ ഒന്നാമതെത്തിയത് പാരാലിമ്പിക്സിൽ ഒന്നാമതെത്തിയ ആളാരാണ്? ചൈന. രണ്ടാമത് ബ്രിട്ടനാണ്. ഓക്കെ, ഒന്നാമതെത്തിയത് ചൈനയാണ്, രണ്ടാമത് ബ്രിട്ടൻ. ഇനി ഭാഗ്യചിഹ്നം സോമരറ്റിയാണ്. ഓക്കെ, സോമരറ്റിയാണ് നമ്മുടെ ഭാഗ്യചിഹ്നം. ഇനി ഇന്ത്യക്ക് എത്രാം സ്ഥാനം കിട്ടിയെന്ന് വെച്ചാൽ 24ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ആകെ മെഡൽസ് ഇപ്പോൾ എന്താ പറയുക, ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എത്ര മെഡൽ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 19 മെഡൽ കിട്ടിയിട്ടുണ്ട്. 5 സ്വർണവും 8 വെള്ളിയും 6 വെങ്കലവും. അപ്പോൾ ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടിയിട്ടുണ്ട്? 19 മെഡൽസ്. എത്ര സ്വർണം? 5 സ്വർണം, 8 വെള്ളി, 6 വെങ്കലം. ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം എന്ന് പറയാം. ഉദ്ഘാടനത്തിന് ഇന്ത്യൻ പതാക വഹിച്ച ആരാണ്? തേഗ് ചന്ദ്. ഓക്കെ, ആരാണ്? തേഗ് ചന്ദാണ് ഇന്ത്യൻ പതാക വഹിച്ചത്. ആ സമയത്തെ മാരിയപ്പൻ തങ്കവേലുവിന് എന്തോ അസുഖമായിട്ട് ആ സമയത്ത് പങ്കെടുക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് പകരമാണ് ആര് ഉദ്ഘാടനത്തിന് ഇന്ത്യൻ പതാക വഹിച്ചത്? തേഗ് ചന്ദ്. അപ്പോൾ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ചൈന. രണ്ടാമത് ബ്രിട്ടൻ. അതുപോലെ തന്നെ ഭാഗ്യചിഹ്നം സോമരറ്റി. ഇന്ത്യയുടെ സ്ഥാനം 24. 19 മെഡലുകളാണ് ഇന്ത്യ ആദ്യം നേടിയത്. 5 സ്വർണവും 8 വെള്ളിയും 6 വെങ്കലവും. ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു 2020 നടന്ന ടോക്കിയോ പാരാലിമ്പിക്സിൽ. ഒളിമ്പിക്സ് ആണെങ്കിലും 2020 ഒളിമ്പിക്സ് ആണ് ഏറ്റവും മികച്ച നേട്ടമായിട്ട് ഇന്ത്യ വിലയിരുത്തപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഉദ്ഘാടനത്തിന് ഇന്ത്യ പതാക വഹിച്ചത് ആരാണ്? മാരിയപ്പൻ തങ്കവേലുവിന് പകരം തേഗ് ചന്ദ്. ഇനി സമാപന ചടങ്ങിൽ ഇന്ത്യ പതാക വഹിച്ച ആരാണ്? ഷൂട്ടിങ്ങിൽ ഗോൾഡ് മെഡൽ നേടിയില്ലേ, അവ്നി ലേഖാര. സമാപന ചടങ്ങിൽ ഇന്ത്യ പതാക വഹിച്ചത് ആരാണ്? അവ്നി ലേഖാരയാണ്. 2 തവണയൊക്കെ പാരാലിമ്പിക്സിലെ മെഡൽ നേടിയ നമ്മുടെ ഇന്ത്യൻ വനിതാ താരവും കൂടിയാണ് ആര്? അവ്നി ലേഖാര. പാരാലിമ്പിക്സിൽ ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിൽ അംഗമായ മലയാളി ആരാണ്? സിദ്ധാർത്ഥ് ബാബു. ആരാണ്? സിദ്ധാർത്ഥ ബാബു ആണ് പാരാലിമ്പിക്സിൽ ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിൽ അംഗമായ മലയാളി. 2020 പാരാ ഒളിമ്പിക് വനിതാ ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ ഇന്ത്യൻ വനിത ആരാണ്? അവ്നി ലേഖാര. 2020 പാരാലിമ്പിക്സിൽ വനിതാ ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് അവ്നി ലേഖാര. അതുപോലെ ബാഡ്മിൻ്റണിൽ സ്വർണം നേടിയ ആളോ? അത് കൃഷ്ണ സാഗർ. ആരാണ്? കൃഷ്ണ സാഗറാണ് ബാഡ്മിൻ്റണിൽ. ഓക്കെ, ബാഡ്മിൻ്റന് കൃഷ്ണനാണ് കിട്ടിയെന്ന് ഓർക്കുക. ബാഡ്മിൻ്റണിക്ക് സ്വർണം കിട്ടിയത് കൃഷ്ണ സാഗർ. ജാവലിൻ ത്രോയിൽ സുമിത് ആൻഡൽ, അദ്ദേഹമാണ് പറഞ്ഞത് അല്ലേ, നമ്മുടെ നീരജ് ചോപ്രയെ പോലെ ഒളിമ്പിക്സിൽ തന്നെ ഇന്ന് സ്വർണം നേടണമെന്നൊക്കെ ആഗ്രഹിച്ച ഒരാളാണ് ആര്? സുമിത് ആൻഡൽ. ഇനി സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത്, ഉദ്ഘാടന ചടങ്ങിൽ പതാക വഹിച്ചത് തേഗ് ചന്ദാണ്. സമാപന ചടങ്ങിൽ അവ്നി ലേഖാര. പാരാലിമ്പിക്സിൽ ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിൽ അംഗമായ മലയാളി ആരാണ്? മലയാളി താരം സിദ്ധാർത്ഥ ബാബു ആണ്. 2020 പാരാലിമ്പിക്സ് വനിതാ ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ ഇന്ത്യൻ വനിത ആരാണ്? അത് അവ്നി ലേഖാരയാണ്. അതുപോലെ ബാഡ്മിൻ്റണിൽ സ്വർണം നേടിയത് കൃഷ്ണ സാഗർ. ജാവലിൻ ത്രോയിലാണെങ്കിൽ സുമിത് ആൻഡൽ. ഇനി 1984 ഏറ്റവും കൂടുതൽ മെഡൽ അല്ലെങ്കിൽ 3 മെഡൽ നേടിയ ഇന്ത്യക്കാരൻ എന്ന് ഒരു പദവി നേടിയത് ജോഗീന്ദർ സിംഗ് ബേദിയായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ റെക്കോർഡിനൊപ്പം എത്തിയ ആളാണ് ആര്? ദേവേന്ദ്ര ജജാരിയ. ഓക്കെ, ആരാണ്? ദേവേന്ദ്ര ജജാരിയ. 1984 പാരാ ഒളിമ്പിക്സ് നടന്നിരുന്നു അല്ലേ. അപ്പോൾ പാരാലിമ്പിക്സിൽ 3 മെഡൽ നേടിയ ആളായിരുന്നു ജോഗീന്ദർ സിംഗ് ബേദി. അതായത് ഏറ്റവും കൂടുതൽ മെഡൽ നേടുന്ന ഇന്ത്യക്കാരൻ എന്ന പദവി അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹത്തിനൊപ്പം എത്തിയ ആളാണ് ആര്? ദേവേന്ദ്ര ജജാരിയ.
അതുപോലെ പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ഇന്ത്യൻ IAS ഓഫീസർ ആരാണ്? ഇന്ത്യൻ IAS ഓഫീസർ. ഈ ഇന്ത്യൻ IAS ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ് സുഹാസ് യതിരാജ്. പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ഇന്ത്യൻ IAS ഓഫീസർ ആരാണ്? അത് സുഹാസ് യതിരാജ് ആണ്. അപ്പോൾ നമ്മുടെ പാരാലിമ്പിക്സിൻ്റെയും അതുപോലെ തന്നെ വിൻ്റർ ഒളിമ്പിക്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് എല്ലാം നമ്മൾ പഠിച്ചു. ഒളിമ്പിക്സിൻ്റെ ക്ലാസ് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.